വെൽക്കം ടു സിഗ്മ സൊല്യൂഷൻ. മക്കളെ SSLC സെക്കൻഡ് ടൈം എക്സാമിന്റെ മാത്സ് എക്സാമിന്റെ ആൻസർ കീ ആണ് മക്കളെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ നമ്മൾ എന്താ സെക്ഷൻ ഡി ആണ് ചെയ്യാൻ പോകുന്നത്, സെക്ഷൻ ഡി. അപ്പൊ സെക്ഷൻ ഡിയിലെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. സെക്ഷൻ ഡിയിലെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? 1 + 2 + 3 + etc. + 30 ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണോ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ മക്കൾക്ക് അറിയാലോ ഇതെന്താണ്? 1 + 2 + 3 + etc. എന്ന് പറയുന്നത് എന്താണ്? എണ്ണൽ സംഖ്യകളല്ലേ, നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n × n + 1/2. ഇതല്ലടാ മക്കളെ ആൻസർ എന്ന് പറയുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? n × n + 1/2 ആണ്. അപ്പൊ ഇവിടെ 30 എന്ന് പറയണത് എത്രാമത്തെ നാച്ചുറൽ നമ്പർ ആണ്? 30ാമത്തെ അല്ലേ വരുന്നത്. അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ ആയിട്ട് എന്ത് കൊടുക്കാം? എനിക്ക് 30 കൊടുക്കാം. അപ്പൊ 30 × 30 + 1 എത്രയാണ് മക്കളെ വരിക? 30 + 1 ഡിവൈഡഡ് ബൈ 2. അതായത് 30 × 31 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ 2 30-ൽ എത്ര വട്ടാണ് മക്കളെ പോവാ? 15 വട്ടാണ് പോവാ. അപ്പൊ 31 × 15, 31 × 15 എത്രയാണ് മക്കളെ വരിക? 5 5 5 ബാക്കി 1 15, പിന്നെ അതുപോലെ 1 1 3, അപ്പോ 5 6 4 465 ആണ് മക്കളെ ആൻസർ വരിക. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 465 ആയിരിക്കും വരിക. ദെൻ അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? ദ ആൾജിബ്ര ഫോം ഓഫ് an arithmetic sequence is 2n + 1. Calculate the sum of first 30 term of the sequence. അല്ലെ, അതായത് ഒരു അരിഥമാറ്റിക് സീക്വൻസിന്റെ 610 ഒരു അരിഥമാറ്റിക് സീക്വൻസിന്റെ ബീജഗണിത രൂപം ഇല്ലേ, ബീജഗണിത രൂപം അല്ലെങ്കിൽ നമുക്ക് എന്താ തന്നിട്ടുണ്ടായിരുന്നോ മക്കളെ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾജിബ്ര എക്സ്പ്രഷൻ 2n + 1 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതായത് xn ഈസ് ഈക്വൽ ടു 2n + 1 ആണ്. അങ്ങനെയാണെങ്കിൽ S30 കണ്ടുപിടിക്കാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. അതായത് 30 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്കറിയാം Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? n/2 × x1 + n/2 × x1 + xn എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മക്കളെ? നമ്മുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എത്ര പദങ്ങളുടെ തുകയാണ് എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? 30 പദങ്ങളുടെ തുകയല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ S30 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? 30/2 × x1-ന് പകരം x1 തന്നെ കൊടുക്കാം, പ്ലസ് xn-ന് പകരം എന്തെന്ന് പറഞ്ഞു കൊടുക്കണം മക്കളെ? എനിക്ക് 30 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ കൊടുത്തൂടെ? അപ്പൊ അങ്ങനെയാവുമ്പോ 30/2 എന്ന് പറയുമ്പോ എത്രയാടാ വരിക? 15 ഇനി ഇവിടെ ഞാൻ എന്ത് കണ്ടുപിടിക്കണടാ? x1 കണ്ടുപിടിക്കണം വേണ്ടേ? അപ്പൊ xn ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? xn ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2n + 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? ഈ n-ന്റെ പ്ലേസിൽ 1 കൊടുത്താൽ പോരെ? അപ്പൊ 2 × 1 + 1 ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 2 + 1 3 എന്ന് കൊണ്ടുവരും. ഇങ്ങനെയല്ലേ വരിക? ദെൻ അടുത്തത് x30 കണ്ടുപിടിക്കണം. x30 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിടാ മക്കളെ? ഈ xn എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ n-ന് പകരം 30 എന്ന് കൊണ്ട് കൊടുത്താൽ പോരെ? അപ്പൊ എന്തായിരിക്കും വരിക? 2 × 30 + 1, 2 × 30 എത്രയാണ് മക്കളെ വരിക? 60 + 1 സമം എന്തുകൊണ്ട് വരൂടാ? 61 കൊണ്ട് വരും. അങ്ങനെയാണെങ്കിൽ 15 × x1-ന് പകരം എന്ത് കൊടുക്കാടാ? 3 + x30ക്ക് പകരം എത്രയാണ് മക്കളെ വരിക? 61 ആണ് വരിക. അപ്പൊ എത്രയാണ് മക്കളെ ആൻസർ വരിക എന്ന് പറയുന്നത്? 15 × 64 ആണ് മക്കളെ വരിക. 15 × 64 എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? 15 × 64 അപ്പൊ 64 × 15 എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? 64 × 15 എത്രയായിരിക്കും വരിക? ആൻസർ ആയിട്ട് വരുന്നത് 960 ആണ് മക്കളെ വരിക എന്ന് പറയുന്നത്. എന്തായിരിക്കും വരിക? 960 ആയിരിക്കും വരിക. ആദ്യത്തെ 30 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ വരിക? 960 ആയിരിക്കും വരിക. 960 ആയിരിക്കും വരിക. ദെൻ അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യത്തിലോട്ടാണ് മക്കളെ പോകുന്നത്. കൺസിഡർ ദ അരിഥമാറ്റിക് സീക്വൻസ് 6, 10, 14. Write the algebra form of this sequence എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ x1 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം മക്കളെ? എനിക്ക് 6 ആണെന്നും d എന്ന് പറയുന്നത് എന്താണെന്നും മനസ്സിലായടാ മക്കളെ? 10 - 6 ഈസ് ഈക്വൽ ടു എന്താണ് പറയുന്നത്? 4 ആണെന്നും മനസ്സിലായി. ഇനി xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ എന്താണ് മക്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
dn plus f minus d, dn plus x1 minus d. അങ്ങനെയല്ലടാ മക്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. dn plus x1 മൈനസ് ഡി. ഇതാണ് നമ്മുടെ nth ടേം കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഓൾജിബ്ര എക്സ്പ്രഷൻ, ഓൾജിബ്ര ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിക്ക് പകരം എന്ത് കൊടുക്കണം മക്കളെ എനിക്ക് 4 into n പ്ലസ് x1 പകരം എന്ത് കൊടുക്കണം മക്കളെ എനിക്ക് 6 മൈനസ് ഡിക്ക് പകരം 4. അപ്പൊ എന്തെന്ന് പറഞ്ഞിട്ടുള്ള മക്കളെ 4n പ്ലസ് 6 മൈനസ് 4 എത്രയാണോ വരിക? 2 അല്ലേ വരിക. അപ്പൊ ഇതിന്റെ ഓൾജിബ്ര ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 4n plus 2 എന്ന് പറയുന്നതായിരിക്കും വരിക. xn is equal to 4n plus 2 എന്ന് പറയുന്നതായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? അതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി ടൈംസ് ഓഫ് ദി സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 880 as the sum. ഈ ശ്രേണിയിൽ എത്ര പദങ്ങൾ കൂട്ടിയാൽ 880 കിട്ടുന്ന ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഓൾറെഡി എനിക്കറിയാം ഇതിന്റെ xn ഈസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാടാ മക്കളെ? xn ഈസ് ഈക്വൽ ടു 4n plus 2 ആണെന്ന് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് മക്കളെ. ഇനി അടുത്തത് Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് പറയുന്നതാണ് വരിക. ഇല്ലേ? ഈസ് ഈക്വൽ ടു എന്താവണമെന്നാ പറഞ്ഞിട്ടുള്ളത്? 880 ആവണമെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാ നോക്കിയടാ മക്കളെ, ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? n/2 പകരം അറിയത്തില്ല. അപ്പൊ n/2 എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തു. x1 പകരം എന്ത് കൊണ്ട് കൊടുക്കാം മക്കളെ? എനിക്ക് 6 എന്ന് കൊണ്ട് കൊടുക്കാം. പ്ലസ് xn ഓൾറെഡി എന്താണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, 4n plus 2 ആണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ xn പകരം 4n plus 2 കൊടുത്തു. ഈസ് ഈക്വൽ ടു 880 എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ എനിക്ക് എങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ അങ്ങനെയാവുമ്പോ ഇവിടെ ഇതാ എങ്ങനെയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? n/2 ഇൻറ്റു 6 plus 2 എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? 8 ആണ് വരിക. അപ്പൊ 8 plus 4n ഈസ് ഈക്വൽ ടു 880 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ n/2 2 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണെങ്കിൽ എനിക്ക് ഇവിടെ എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം മക്കളെ? ഇതിന് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? എനിക്ക് n ഇൻറ്റു 8 plus 4n ഈസ് ഈക്വൽ ടു 880 ഇൻറ്റു 2, 880 ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ 880 ഇൻറ്റു 2 എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? 880 ഇൻറ്റു 2 എത്രയായിരിക്കും വരിക? 1760 ആണ് മക്കളെ വരിക എന്ന് പറയുന്നത്. അപ്പൊ അതാ ഈസ് ഈക്വൽ ടു 1760 കിട്ടി. അപ്പൊ n ഇൻറ്റു 8 എത്രയാണ് മക്കളെ വരിക? 8n. n ഇൻറ്റു പ്ലസ് അവിടെ അതുപോലെ തന്നെ ഇട്ടു. n ഇൻറ്റു 4n എന്തായിരിക്കും മക്കളെ വരിക? 4n സ്ക്വയർ ആയിരിക്കും വരിക. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇതാ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഈ പ്ലസ് 1760 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എനിക്ക് എന്തുകൊണ്ട് എഴുതാണോ മക്കളെ? ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോ 4n സ്ക്വയർ പ്ലസ് 8n മൈനസ് 1760 ഈസ് ഈക്വൽ ടു 0 കൊണ്ട് കിട്ടും. അപ്പോ ഇനി ഇവിടെ അതാ നോക്കിയടാ മക്കളെ, ഇവിടെ എല്ലാ ടേമിലും എന്ത് പോകാൻ സാധ്യതയുണ്ട്? 4 പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എല്ലാ ടേമിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാടാ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. എല്ലാ ടേമിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 4 ക്യാൻസൽ ചെയ്ത് പോകും. ഈ 4 8 എത്ര വട്ടാടാ മക്കളെ? 2 ടൈംസ് ആണ് വരിക. ഇവിടെ 4 ആവുമ്പോൾ എത്രയാടാ മക്കളെ വരിക എന്ന് പറയുന്നത്? 17 4 4s are 16. ബാക്കി ഇവിടെ 17 16 പോയി കഴിഞ്ഞാൽ ഒരു 1 ഉണ്ടാവും. ആ 1ഉം 16ഉം കൂടി ആവുമ്പോ വീണ്ടും ഒരു 4 വരും. 0 ഇങ്ങനെയല്ലേ വരിക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറിയിടാ മക്കളെ? n സ്ക്വയർ പ്ലസ് 2n മൈനസ് 440 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് മക്കളെ. ഇത് എന്തായിട്ടാണ് വരുന്നത്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്താൽ പോരാ എനിക്ക് ഇനി n സ്ക്വയർ പ്ലസ് 2n മൈനസ് 440 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയണം. ആ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോവാ. അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ആ ഒരു ഇക്വേഷൻ എന്താണ്? ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം എല്ലാവർക്കും. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താണ് മക്കളെ വരിക? ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇങ്ങനെയല്ലേ എഴുതാറ്? ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാ ഇവിടെ ആദ്യം ഞാൻ എ എന്താ, ബി എന്താ, സി എന്താണെന്ന് എഴുതാൻ പോവാണ്. അപ്പൊ ഇവിടെ എ ഇസ് ഈക്വൽ ടു എന്താണ് വരിക? n സ്ക്വയറിന്റെ അപ്പുറത്ത് ആരും കാണാനില്ല. അപ്പൊ അവിടെ എന്തായിരിക്കും വരിക? 1 ആയിരിക്കും വരിക. ബി എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക? n അപ്പുറത്ത് എടുക്കുന്ന ആള് വിത്ത് സൈൻ അടക്കം 2 അല്ലേ വരിക. സി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? മൈനസ് 440 കൊണ്ടാണ് വരിക. 440 മൈനസ് 440. ഇതാ ഞാൻ ആദ്യം തന്നെ ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ കണ്ടുപിടിക്കാൻ പോവാടാ. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ എന്താ വരിക? ബിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോ 2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു
-440 ഇങ്ങനെയാണ് വരിക. അപ്പൊ 2ന്റെ സ്ക്വയർ എത്രയാണോ മക്കളെ വരിക എന്ന് പറയുന്നത് 4 ആണ് വരിക. മൈനസ് 4 × 1 4 ആണ് വരിക. 4 × 440 എത്രയായിരിക്കും വരിക 1760. ഇവിടെ 4 × -440 ആയ കാരണം -1760 എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഈ മൈനസും മൈനസും കൂടി ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ആയിട്ട് മാറൂടാ. അപ്പൊ b² - 4ac വാല്യൂ എത്രയായിരിക്കും വരിക 1764 ആണ് വരിക. ഞാൻ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കാൻ പോവാ. -b എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത് -2 +-√1764 b² - 4ac വാല്യൂ ഓൾറെഡി ഞാനിവിടെ 1764 കൊണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ അതിന് പകരം 1764 കൊടുക്കാണ്. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക 2 × 1 = 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി ഇതാ മക്കളെ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ് 1764ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പോവാടാ. എന്തായിരിക്കും 1764ന്റെ റൂട്ട് എന്തായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത് √1764 എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത് 42 ആണ് മക്കളെ വരുന്നത്. അപ്പൊ -2 +-42 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ എനിക്ക് ഇവിടെ n-ന്റെ വാല്യൂ ആയിട്ട് എന്ത് കൊടുക്കണം മക്കളെ n-ന്റെ വാല്യൂ ആയിട്ട് -2 +-42/2 അതുപോലെ ഓർ n = -2 -42 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ ഇവിടെ -2 42 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ മക്കളെ വരിക വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ 40 അല്ലേ വരിക 40/2 = 20 എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ ആകുമ്പോഴാണ് മക്കളെ -2 -42 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക -44 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് വരും -21 എന്ന് പറഞ്ഞിട്ട് വരും. n-ന്റെ വാല്യൂ -21 അല്ലെങ്കിൽ n-ന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത് 20 ആയിരിക്കും വരിക. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക നമ്മുടെ ആൻസർ ആയിട്ട് പോസിറ്റീവ് അല്ലേ വരുള്ളൂ. അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ എത്രയായിരിക്കും മക്കളെ വരിക 20 ആയിരിക്കും വരിക. ഇതിലെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് മക്കളെ 20 അല്ലെ 20 ടേമുകളുടെ സമ്മാണ് S20 എന്ന് പറയുന്നതായിരിക്കും മക്കളെ എന്തെന്ന് പറയുന്നത് 880 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് മക്കളെ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. അപ്പൊ ഇനി അടുത്തത് ഈ ഒരു ചോദ്യത്തിലെ ബി ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു സം ഓഫ് 2 numbers is 30 and their product is 216 from a second degree equation with the given statements. രണ്ട് സംഖ്യകളുടെ തുക 30ഉം ഗുണനഫലം 216 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു രണ്ടാകൃതി സമവാക്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാ നോക്കിയടാ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സും വൈ എന്നും പറഞ്ഞിട്ട് നമ്പർ എടുക്കാം. അപ്പൊ അതിനേക്കാളും നല്ലത് രണ്ടാൾക്കാർ തമ്മിൽ കൂട്ടുമ്പോ 30 ആണ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ എക്സും മറ്റേ നമ്പർ എത്രയായിരിക്കും മക്കളെ വരിക 30 - x അല്ലേ വരിക. അപ്പൊ അതാ ഞാനിവിടെ നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ സംഖ്യകള് എന്തായിട്ട് എടുക്കാൻ പാടാ മക്കളെ എക്സും 30 - x ആയിട്ട് എടുക്കാൻ പാടാ. എക്സും 30 - x ആയിട്ട് എടുക്കാൻ പാടാ. എടുത്തൂടെ എനിക്ക് സിമ്പിൾ ആയിട്ട് എടുത്തൂടെ എനിക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മക്കളെ വരിക x × 30 - x ഈസ് ഈക്വൽ ടു 216 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയടാ മക്കളെ ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ x × 30 എന്തായിരിക്കും വരിക 30x മൈനസ് x × x എന്താണ് മക്കളെ വരിക x² ഈസ് ഈക്വൽ ടു 216 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ x² അപ്പുറത്ത് മൈനസ് എടുക്കണ കാരണം ഞാൻ ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തെന്ന് കൊണ്ട് കിട്ടൂടാ മക്കളെ വേണമെന്നുണ്ടെങ്കിൽ 216 ഇവിടെ കിടക്കുന്നുണ്ട്. -x² അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറൂടാ മക്കളെ +x² ആയിട്ട് മാറും. +30x അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും -30x ആയിട്ട് മാറും. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുമ്പോൾ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് വരും. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാണോ മക്കളെ x² -30x +216 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് മക്കളെ. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇനി ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇല്ലേ. രണ്ടാകൃതി സമവാക്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. x² -30x +216 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇനി അടുത്തത് ഈ ഒരു സംഖ്യകൾ ഏതൊക്കെയാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ x² -30x +216 ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ സംഖ്യകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ എക്സിന്റെ വാല്യൂ ആയിരിക്കും സംഖ്യകളായിട്ട് വരിക അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാ. ഇത് എന്താണ് മക്കളെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ഞാൻ എന്താ പറഞ്ഞത് ഓർമ്മല്ലേ എന്തായിരുന്നു -b +-,
റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്നതായിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എയുടെ വാല്യൂ എത്രയാണ് മക്കളെ വരിക? 1 ആണ്. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -30 ആണ്. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 216 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കാൻ പോവാണ്. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? -30ന്റെ സ്ക്വയർ അല്ലെ, മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 216 എത്രയായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്. അപ്പൊ 30ന്റെ സ്ക്വയർ -30ന്റെ സ്ക്വയർ എത്രയാണോ മക്കളെ വരിക? 900 ആണ് വരിക. മൈനസ് 4 ഇൻറ്റു 1 4 4 ഇൻറ്റു 216 എത്രയായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്? 4 ഇൻറ്റു 216 എത്രയായിരിക്കും വരിക? 216 ഇൻറ്റു 4 216 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 864 ആണ് മക്കളെ വരിക എന്ന് പറയുന്നത്. 864 ആണ് വരിക. അപ്പൊ 900 മൈനസ് 864 എത്രയായിരിക്കും വരിക? 900 മൈനസ് 864 900 മൈനസ് 864 36. ആൻസർ എന്തുകൊണ്ട് കിട്ടുക മക്കളെ? എനിക്ക് 36 എന്നുകൊണ്ടാണ് വരിക. ആൻസർ 36 ആണെന്ന് പറഞ്ഞിട്ട് കിട്ടി. അതാണ് മക്കളെ. ഇനി ഞാൻ ഇതാ അവിടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ -b എന്ന് പറയുമ്പോ എന്താണ് മക്കളെ വരിക എന്ന് പറയുന്നത്? -30 b -30 ആണ്. അപ്പൊ -b എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? +30 ആയിട്ടായിരിക്കും വരിക. അപ്പൊ 30 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 36 ബി സ്ക്വയർ മൈനസ് 4ac പകരം എന്ത് കൊടുക്കാണ്? 36 എന്ന് കൊണ്ട് കൊടുത്തൂടെ? ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുമ്പോ 2 ഇൻറ്റു എക്ക് പകരം 1 കൊടുക്കുമ്പോൾ 2 എന്ന് കൊണ്ട് കിട്ടും. ഈസ് ഈക്വൽ ടു എനിക്ക് എന്തുകൊണ്ട് വരണോ മക്കളെ? 30 പ്ലസ് ഓർ മൈനസ് റൂട്ട് 36ന്റെ ആൻസർ എത്രയാണോ വരിക മക്കളെ? 6 അല്ലേ വരിക? ഡിവൈഡഡ് ബൈ 2 എന്ന് കൊണ്ട് വരും. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ ആയിട്ട് ഏതൊക്കെയാണോ വരിക? 30 പ്ലസ് 6/2 അല്ലെങ്കിൽ 30 മൈനസ് 6/2. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്തായിരിക്കും മക്കളെ വരിക? 30 പ്ലസ് 6 എത്രയാണോ വരിക? 36/2 സമം 18 എന്ന് കൊണ്ട് കിട്ടും. 30 മൈനസ് 6 എത്രയാണോ മക്കളെ വരിക? 30 മൈനസ് 6 എത്രയായിരിക്കും വരിക? 24 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 12 എന്നുകൊണ്ട് വരും. അതായത് ഇവിടെ എക്സിന്റെ വാല്യൂ ആയിട്ട് കിട്ടിയത് 18ഉം 12 ആണ് മക്കളെ എനിക്ക് കിട്ടിയത്. എക്സിന്റെ വാല്യൂ ആയിട്ട് കിട്ടിയത് 18ഉം 12 ആണ്. അപ്പൊ എനിക്കറിയാം നമ്പേഴ്സ് ഞാനിവിടെ എന്തൊക്കെയായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? എക്സും 30 മൈനസ് എക്സും ആണ് ഞാൻ നമ്പർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ എക്സിന്റെ വാല്യൂ ആയിട്ട് എനിക്ക് എത്രയാണ് മക്കളെ കിട്ടിയത്? 18 അല്ലേ കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്പർ എന്താണെന്ന് എഴുതാം? എനിക്ക് 18. പിന്നത്തെ നമ്പർ എത്രയാണ് മക്കളെ വരിക? 13 മൈനസ് 18 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 12 അല്ലേ വരിക? അപ്പൊ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ വരിക? 18ഉം 12 ആയിരിക്കും വരിക. ഇനി ഇതാ അടുത്തത് എന്തായിരുന്നു? എക്സിന്റെ വാല്യൂ ആയിട്ട് എന്ത് കൊടുക്കാനാ പറഞ്ഞായിരുന്നു? 12 അല്ലേ? അപ്പൊ അതാ ഇവിടെ 12ഉം എത്രയായിരിക്കും മക്കളെ വരിക? 30 മൈനസ് 18 അല്ലേ വരിക? അപ്പൊ 12,18 എന്ന് പറഞ്ഞാണ് വരിക. അതായത് രണ്ടും സെയിം ആൻസർ തന്നെയാണോ വരുന്നത്? അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? രണ്ട് നമ്പേഴ്സ് 18ഉം 12 ആയിരിക്കും വരിക. രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 30ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 216 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 18ഉം 12 ആണ്. ഇനി ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സെക്ഷൻ സിയിൽ പറഞ്ഞ മാതിരി നമുക്ക് അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ലാട്ടോ മക്കളെ. a പ്ലസ് ബി ഒരു a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 13 എടുത്തിട്ട് ആ ഒരു രീതിയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അത് വെച്ചിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ അതുകൊണ്ട് എന്താ പറയാ, ആ ഒരു മെത്തേഡ് പറയുന്നില്ല. നിങ്ങൾ അത് വഴി ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് എളുപ്പമായിട്ട് തോന്നും. അപ്പൊ ഞാൻ ഈ ഒരു മെത്തേഡ് കൂടുതലും യൂസ് ചെയ്യാൻ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം കാണാറ് ഈ ഒരു മെത്തേഡാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിത് പറഞ്ഞു മാത്രം. ഇനി ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് തോന്നുന്ന മെത്തേഡ് എന്നുണ്ടെങ്കിൽ ഏത് വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു ആൻസറിലോട്ട് തന്നെയാണ് മക്കളെ നമ്മൾ എത്തിപ്പെടാന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ എന്തായിരുന്നു? Write the polynomial x square minus 9x minus 36 as the product of two first degree factors. അപ്പൊ എങ്ങനെയാണ് മക്കളെ? അതായത് നമ്മളെ ഈ ഒരു പോളിനോമിയലിനെ എക്സ് സ്ക്വയർ മൈനസ് 9x മൈനസ് 36 എന്ന് പറയുന്ന പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഒന്നാം കൃതി ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ ഒന്നാം കൃതി ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറയുമ്പോൾ എന്റെ മക്കള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്
നമ്മൾ കൃത്യമായിട്ട് ഇതാ നോക്കിയടാ ഈ ഒരു നാല് ഇക്വേഷൻ നമ്മളോട് കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? 4 ഇക്വേഷൻ. ഇനി നിങ്ങളിത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കേണ്ടത്, ഈ ഒരു 4 ഇക്വേഷൻ പ്ലസ് ഈ ഒരു ഇക്വേഷനും കൂടി ചേർത്ത് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പോളിനോമിയൽ എന്ന് പറയുന്ന പാഠം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇതാ ഞാനിവിടെ ഈ ഒരു ഇക്വേഷനെ കമ്പയർ ചെയ്യാൻ പോവാ. x² മൈനസ് 9x അല്ലേ? ഏതായിരുന്നു ചോദ്യം? എന്തായിരുന്നു മക്കളെ? x² മൈനസ് 9x മൈനസ് 36 ഇതായിരുന്നില്ല എന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. x² മൈനസ് 9x x² മൈനസ് 9x മൈനസ് 36 ഇതല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ നോക്കിയടാ ഇവിടെ എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഇവിടെ ഈ ഒരു സൈൻ എന്താ? പ്ലസ് ആണ് വരുന്നത്. ഇവിടെയോ പ്ലസ് മൈനസ് ആണ് വരുന്നത്. ഇവിടെ നോക്കിയടാ മൈനസ് പ്ലസ് ആണ് വരുന്നത്. ഇവിടെ നോക്കിയേ മൈനസ് x² മൈനസ് a മൈനസ് b ഇൻറ്റു എക്സ് മൈനസ് എ ബി. ഈ ഒരു ഫോർമാറ്റിലല്ലേ നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നത്? x² മൈനസ് 9x മൈനസ് 36 എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലല്ലേ മക്കളെ കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഇതാ നോക്കിയടാ, ഇവിടെ എക്സിന്റെ തൊട്ടുപുറത്ത് എടുക്കുന്ന ആളാരായിരിക്കും അവർ ഉണ്ടായിരുന്നത്? a മൈനസ് ബി എന്ന് പറയുന്നത്. ഇവിടെ a മൈനസ് ബി ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത് മക്കളെ? 9 ആണ് വരുന്നത്. അതുപോലെ എ ബി ഈസ് ഈക്വൽ ടു 36 ആണ് വരുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. a മൈനസ് ബി ഈസ് ഈക്വൽ ടു 9 ആണ്, എ ബി ഈസ് ഈക്വൽ ടു എന്താണെന്ന് മനസ്സിലായി? 36 ആണെന്ന് മനസ്സിലായി. അതാടാ ഇനി നമ്മളോട് ഞാൻ ഈ ഒരു ഇക്വേഷൻ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. a മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇല്ലേ? അപ്പൊ ഞാൻ ഈ ഒരു ഇക്വേഷൻ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതാണ്. a മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab ഇങ്ങനെയല്ലേ വരിക? ഇങ്ങനെയല്ല മക്കളെ വരിക എന്ന് പറയുന്നത്. ഇവിടെ a മൈനസ് ബിക്ക് പകരം എനിക്ക് എന്തെന്ന് കൊണ്ട് കൊടുക്കാം മക്കളെ? 9a² എന്ന് കൊണ്ട് കൊടുക്കാം. കൊടുത്തൂടെ? 9a² ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഹോൾ സ്ക്വയർ എനിക്ക് എന്താണെന്ന് അറിയില്ലടാ. അപ്പൊ ഞാൻ a പ്ലസ് ബി ഹോൾ സ്ക്വയർ അതുപോലെ തന്നെ ഇട്ടു. 4 ഇൻറ്റു എ ബിക്ക് പകരം എന്തെന്ന് കൊണ്ട് കൊടുക്കാടാ മക്കളെ? എനിക്ക് 36 എന്ന് കൊണ്ട് കൊടുക്കാം. അപ്പൊ 4 ഇൻറ്റു 36 എത്രയാണോ മക്കളെ വരുന്നത്? 4 ഇൻറ്റു 36 എത്രയാണ് വരുന്നത്? 4 ഇൻറ്റു 36 എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? 144 ആണ് വരുന്നത്. അപ്പൊ എനിക്ക് 9ന്റെ സ്ക്വയർ എത്രയാ വരിക? 81 ആണ്. ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 144 നോട്ട് കിട്ടും. ഇനി ഇതിൽ നിന്ന് a പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ മാത്രം ഞാൻ ഇവിടെ നിർത്തിയിട്ട് 81ന്റെ അടുത്തേക്ക് ആരെ കൊണ്ടുപോടാ? മൈനസ് 144 കൊണ്ടുപോകുമ്പോ അതെന്തായിട്ട് മാറൂടാ മക്കളെ? പ്ലസ് 144 ആയിട്ട് മാറില്ലേ? അപ്പൊ ഇത് ഈസ് ഈക്വൽ ടു കൊണ്ടുവരൂടാ. 144 81 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാ വരിക? 144 പ്ലസ് 81 ഈസ് ഈക്വൽ ടു എത്രയാണോ മക്കളെ വരിക എന്ന് പറയുന്നത്? 225 അല്ലേ വരിക? അപ്പൊ 225 ആണ് വരിക. അപ്പോ ഇതിന്റെ ആൻസർ 225 ആണെന്ന് കിട്ടി എനിക്ക്. ഇനി ഇതിൽ നിന്ന് ഞാൻ a പ്ലസ് ബി കണ്ടുപിടിക്കും. എന്താണ് മക്കളെ വരിക? ഈ സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? റൂട്ട് 225 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരുന്നത്? 15 അല്ലേ വരുന്നത്? അപ്പൊ എനിക്ക് ഇവിടെ a പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിട്ട് കിട്ടിയടാ മക്കളെ? 15 ആണെന്നും a മൈനസ് ബി ഈസ് ഈക്വൽ ടു എന്താണെന്നും പറഞ്ഞിട്ട് കിട്ടിയടാ മക്കളെ? 9 ആണെന്നും പറഞ്ഞിട്ട് കിട്ടി. a മൈനസ് ബി ഈസ് ഈക്വൽ ടു 9 ആണെന്നും പറഞ്ഞിട്ട് കിട്ടി. ഇനി ഇതാ നോക്കിയടാ, ഇവിടെ നോക്കിയേ, ബിയുടെ അപ്പുറത്ത് എടുക്കുന്ന ആള് പ്ലസ് ആണ്, ഇവിടെ ബിയുടെ അപ്പുറത്ത് എടുക്കുന്ന ആള് മൈനസ് ആണ്. അപ്പൊ ഞാൻ ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിലൊരു ടേം ക്യാൻസൽ ചെയ്തു പോകും. അതായത് ബി എന്ന് പറയുന്ന ടേം 0 ആയിട്ട് പോകും. അപ്പൊ എനിക്ക് അതിനുള്ളിൽ നിന്ന് ആഡ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ എയും എയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 2a ആയിരിക്കും വരിക. ബിയും മൈനസ് ബിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 0. 15ഉം 9ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 24 ആണ് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ a ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക? 24 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞിട്ട് വരും. എയുടെ വാല്യൂ എന്താണെന്ന് കിട്ടിയടാ മക്കളെ? എനിക്ക് 12 ആണെന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി എനിക്ക് ഇവിടെ അറിയാം a പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാ മക്കളെ? ഞാൻ 15 ആണെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ a ഈസ് ഈക്വൽ ടു 12 ആണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ 12 പ്ലസ് ബി ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? 15 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 15 മൈനസ് 12 ഈസ് ഈക്വൽ ടു 3 ആണ് വരിക. അപ്പൊ ഇവിടെ ബിയുടെ വാല്യൂ എന്താണെന്ന് കിട്ടിയടാ മക്കളെ? എനിക്ക് 3 ആണെന്നും എയുടെ വാല്യൂ എന്താണെന്നും കിട്ടിയടാ മക്കളെ? 12 ആണെന്നും കിട്ടി. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഇതാ നോക്കിയേ, ഞാനിവിടെ ഈ ഒരു ഇക്വേഷൻ കമ്പയർ ചെയ്തപ്പോ ഇത് x² മൈനസ് a മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് എ ബി എന്നുള്ള ഫോർമാറ്റിലാണ് പറഞ്ഞു.
ഇല്ലേ? ഇവിടെ എയുടെ വാല്യൂ എന്തായിട്ടാണ് മക്കളെ കിട്ടിയത്? എനിക്ക് എയുടെ വാല്യൂ 12 ആയിട്ടും കിട്ടി, ബിയുടെ വാല്യൂ 3 ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിയാടാ, RHS നോക്കിയാടാ, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇതിന് എന്ത് നോട്ട് എഴുതാടാ മക്കളെ? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് നോട്ട് എഴുതാം? എനിക്ക് എക്സ് മൈനസ് 12 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇതായിരിക്കൂടാ മക്കളെ ഇത് എന്തെന്ന് പറയണത്? രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ തുകങ്ങളായിട്ട് ഗുണനഫലമായിട്ട് എഴുതാന്ന് പറയുമ്പോ ഇല്ലേ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? രണ്ട് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിന്റെ എഴുതാൻ പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്? എക്സ് മൈനസ് 12 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് പറയുന്നതായിരിക്കും മക്കളെ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ആള് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം എന്തായിരുന്നു ഇവിടെ മക്കളെ? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ മൈനസ് 9x ഈസ് ഈക്വൽ ടു 36 ആവണമെന്നുണ്ടെങ്കിൽ വാട്ട് നമ്പർ ഈസ് ടേക്കൺ ആസ് എക്സ്? എക്സിന്റെ വാല്യൂ ആയിട്ട് ഏതെടുത്താലാണ് എക്സിന്റെ വില എന്തായാലാണ് 36 ആവാന്ന് ചോദിച്ചത്. എക്സ് സ്ക്വയർ മൈനസ് 9x ഈസ് ഈക്വൽ ടു 36 ആകണമെങ്കിൽ എക്സിന്റെ വില എന്താകണമെന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാണ് മക്കളെ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്? ഓൾറെഡി എനിക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 9x ഈസ് ഈക്വൽ ടു എന്താവണം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 36 ആവണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എക്സിന്റെ ഏത് വാല്യൂ എക്സിന്റെ വില എന്തായാലാണ് എക്സ് സ്ക്വയർ മൈനസ് 9x ഈസ് ഈക്വൽ ടു 36 ആവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതാ നോക്കിയടാ മക്കളെ, എനിക്ക് ഇവിടെ അറിയാലോ, ഇവിടെ ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എക്സ് മൈനസ് 12 ഇൻറ്റു എക്സ് മൈനസ് 13 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 9x മൈനസ് 36 എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പോ ഇനി ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ ആയിട്ട് ആരൊക്കെ വരണം എന്നായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സിന്റെ വാല്യൂ ആയിട്ട് ആര് വരണം? ആരൊക്കെ വരണം എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാടാ? ഈ പ്ലസ് 36 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 36 ആയിട്ട് മാറില്ലേ? അപ്പൊ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വരും, 0 എന്ന് പറഞ്ഞിട്ട് വരും. ഇങ്ങനെയല്ലേ വരിക? അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ തന്നെയല്ലേ എടുക്കുന്നത്? അപ്പൊ എക്സ് മൈനസ് 12 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇടാം മക്കളെ. എനിക്ക് 0 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതിന് ഞാൻ ഒരു ഷേപ്പ് മാറ്റി എഴുതിയെന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഞാൻ നോക്കിയടാ, എക്സ് മൈനസ് 12 എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരണമെന്നുണ്ടെങ്കിൽ അതിലൊരു നമ്പർ എന്തായിരിക്കണം മക്കളെ? 0 ആയിരിക്കണം. അപ്പൊ ഇവിടെ ഒന്നുകിൽ എക്സ് മൈനസ് 12 എന്താവാം? എക്സ് മൈനസ് 12 0 ആവാം, അല്ലെങ്കിൽ ഓടാ മക്കളെ എക്സ് പ്ലസ് 3 0 ആവണം. ഇതിൽ ഏതെങ്കിലും ഒരാൾ 0 ആവണം എന്നല്ലേ പറയുന്നത്? അത് എക്സ് മൈനസ് 12 0 ആവാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ എന്തായിരിക്കും മക്കളെ വരിക? 0 പ്ലസ് 12 ഈസ് ഈക്വൽ എന്തായിരിക്കും വരിക? 12 ആയിരിക്കും വരിക. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 ആവണമെന്നുണ്ടെങ്കിലോ എക്സ് ഈസ് ഈക്വൽ ടു 0 മൈനസ് 3 ഈസ് ഈക്വൽ ടു കിട്ടും മൈനസ് 3 ആണ് വരിക എന്ന് പറയുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ 12 ആയാലും കുഴപ്പമില്ല, എക്സിന്റെ വാല്യൂ മൈനസ് 3 ആയാലും എക്സ് സ്ക്വയർ മൈനസ് 9x ഈസ് ഈക്വൽ ടു എന്ത് വരുന്നതാണ് പറയുന്നത് മക്കളെ? 36 വരുന്നതാണ് പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്റെ മക്കളെ നോക്കി നോക്കിയേ, ഇതാ മൈനസ് 3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ മൈനസ് 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ വരിക? മൈനസ് 3യുടെ, അതായത് ഞാനിവിടെ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കാൻ പോവാണ്. കൊടുത്തൂടെ എനിക്ക്? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ എക്സ് സ്ക്വയർ മൈനസ് 9x മൈനസ് 36 അല്ലേ പറഞ്ഞത്? അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 9x ഈസ് ഈക്വൽ ടു 36 കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ എക്സിന്റെ വാല്യൂ ആയിട്ട് മൈനസ് 3 കൊടുക്കാൻ പോവാണ്. അപ്പൊ മൈനസ് 3 സ്ക്വയർ മൈനസ് 9 ഇൻറ്റു മൈനസ് 3 ഈസ് ഈക്വൽ ടു 36 ആണോ? ചെക്ക് ചെയ്യണം. സോറി, ഇവിടെ ഞാൻ ചെക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക എന്ന് പറയുന്നത്? മൈനസ് 3യുടെ സ്ക്വയർ എന്തായിരിക്കും വരിക? 9 മൈനസ് 9 ഇൻറ്റു മൈനസ് 3 എത്രയായിരിക്കും മക്കളെ വരിക? മൈനസ് 27 ആണ് വരിക. ഇത് മൈനസും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 9 പ്ലസ് 27 ഈസ് ഈക്വൽ ടു 36 എന്ന് കൊണ്ട് കിട്ടും. ഇനി അതല്ല, ഞാനിവിടെ 12 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മക്കളെ 12 ആണ്, 12 അല്ലേ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്? 12 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ഇതാ എനിക്ക് ഇവിടെ എന്തുകൊണ്ട് എഴുതാടാ മക്കളെ? 12 സ്ക്വയർ മൈനസ് 9 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക നോക്കി നോക്കാം. 12ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ വരിക? 144 ആണ്. മൈനസ് 9 ഇൻറ്റു 12 എത്രയാണ് മക്കളെ വരിക? 9 ഇൻറ്റു 12 എത്രയായിരിക്കും മക്കളെ വരിക? 108 ആണ് വരിക. 108 ആണ് വരിക. ഇനി ഇതാ നോക്കിയാടാ മക്കളെ, 144 മൈനസ് 108
108 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? 36 ആണ് വരുന്നത്. 36 അല്ലേ വരുന്നത്? അപ്പോ ഈ പറഞ്ഞ രണ്ട് വാല്യൂസ് കൊടുത്താൽ മാത്രമാണ് മക്കളെ നമുക്ക് എന്തായിട്ട് വരുള്ളൂ? എക്സിന്റെ വാല്യൂ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എക്സിന്റെ വാല്യൂ ആയിട്ട് ഒന്നുകിൽ 12 അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ ആയിട്ട് 3 -3 കൊടുത്താൽ മാത്രമാണ് മക്കളെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈസ് ഈക്വൽ ടു 36 എന്ന് പറഞ്ഞിട്ട് വരുള്ളൂ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റാം. അതിനെ സോൾവ് ചെയ്താലും മതി. ഇനി അതല്ല നിങ്ങൾക്ക് എന്താ പറയാ, ഈ പറഞ്ഞ രീതിയിലല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ x² - 9x - 36 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്താലും മതിയടാ മക്കളെ. -b + or -√b² - 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ ഇട്ടിട്ട് സോൾവ് ചെയ്താലും ഈ പറഞ്ഞ ആൻസർ കിട്ടും. ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ ആ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു മാത്രം. അപ്പൊ നിങ്ങളുടെ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അവരുദ്ദേശിക്കുന്നത് ഈ ഒരു ഞാൻ നേരത്തെ ചെയ്ത മാതിരി നിങ്ങൾ ആൻസർ എഴുതണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഈ എക്സിന്റെ വാല്യൂ ആയിട്ട് വരുന്നത് ആരായിരിക്കും മക്കളെ? 12 - 3 ആയിരിക്കും. ഇത് ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? സെയിം ആൻസർ ആണ്. കറക്റ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയൊക്കെ ചെയ്യും. ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അവരെന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതാണ് എളുപ്പം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മക്കള് ഇങ്ങനെ ചെയ്താലും മതി. ഏതായാലും ശരിയായിട്ടുള്ള ഉത്തരമായിരിക്കും. ദെൻ അടുത്ത ചോദ്യത്തിലോട്ടൊന്ന് പോയാലോടാ. നമുക്ക് എന്താ വെച്ചാൽ അടുത്ത ചോദ്യത്തിലോട്ടൊന്ന് പോയാലോ. The difference of two perpendicular sides of a right triangle is 7 centimeters and the area is 60 square centimeters. Form a second degree equation based on the given statement എന്നാണ് പറയുന്നത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലംബവശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 7 സെന്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലംബവശങ്ങൾ തമ്മിലുള്ള നീളങ്ങളുടെ വ്യത്യാസം 7 സെന്റിമീറ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യത്യാസം 7 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് ആ മക്കൾ ഉദ്ദേശിക്കുന്നത്? ഒരാളേക്കാൾ മറ്റേ ആള് 7 സെന്റിമീറ്റർ കൂടുതലാണ്. അതെങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അറിയാൻ പാടില്ലാത്ത സൈഡിനെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ കൂടുതലായിരിക്കും. അങ്ങനെയല്ലേ വരിക? അങ്ങനെയല്ലേ വരേണ്ടത്? ഡിഫറൻസ് 7 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളേക്കാൾ മറ്റാള് 7 സെന്റിമീറ്റർ കൂടുതലായിരിക്കും. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നോക്കിയടാ, ഞാനിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതാടാ മക്കളെ ഇതിന്റെ ലംബവശങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. അപ്പൊ ഈ സൈഡ് എക്സ് ആണെങ്കിൽ ഈ സൈഡ് എനിക്ക് എന്തായിട്ട് എടുക്കാടാ മക്കളെ? x+7 ആയിട്ട് എടുക്കാം. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിട്ട് വന്നോടാ മക്കളെ? 7 ആയിട്ട് വന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിട്ട് വന്നു? 7 ആയിട്ട് വന്നു. അത് ഓക്കെ, ആ ഒരു കാര്യം ഓക്കെ. ഇനി ഇവരുടെ പരപ്പളവ് അല്ലെങ്കിൽ എന്താ പറയാ, ഏരിയ 16 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ, ഇതാണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ഭാഗത്തിനെ ബി ആയിട്ടും ഇതിനെ എച്ച് ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ½ BH എന്ന് പറയുന്നതല്ലേ വരുന്നത്. ½ BH എന്ന് പറയുന്നതല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാടാ മക്കളെ? ½ ഇൻറ്റു അല്ലെ, ½ ഇൻറ്റു ബേസിന് പകരം എന്ത് കൊടുക്കാടാ? എക്സ് ഇൻറ്റു x+7 ഇങ്ങനെ കൊടുത്തൂടെ? അപ്പൊ ഈ ഒരു x+7 ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ബ്രാക്കറ്റിൽ ഇടാൻ പോവാണ്. ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാ മക്കളെ? എന്നോട് 60 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, 60 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെയല്ലേ തന്നിട്ടുള്ളത്? അപ്പൊ ഞാൻ നോക്കിയടാ, ഞാനിവിടെ ഈ ഡിവൈഡഡ് ബൈ 2 അങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ എന്തെന്ന് പറഞ്ഞിട്ട് വരൂടാ മക്കളെ? എനിക്ക് x ഇൻറ്റു x+7 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 60 ഇൻറ്റു 2 120 അല്ലേ വരിക. അപ്പൊ x ഇൻറ്റു x എന്തായിരിക്കും മക്കളെ വരിക? x² പ്ലസ് 7x ഈസ് ഈക്വൽ ടു 120 എന്ന് പറഞ്ഞിട്ട് വരും. ഇനി ഞാൻ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്തായിരിക്കും വരിക? x² പ്ലസ് 7x മൈനസ് 120 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് വരും. കാരണം നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഒരു രണ്ടാകൃതി സമവാക്യം കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തന്നിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് x² പ്ലസ് 7x മൈനസ് 120 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയടാ. ഇനി ഇവിടെ ഈ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാ നോക്കി, ഞാനിവിടെ കണ്ടുപിടിച്ച ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? x² പ്ലസ് 7x മൈനസ് 120 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ്. ഈ പറഞ്ഞ ഇക്വേഷന്റെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരടാ മക്കളെ. അപ്പൊ അതാ ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എനിക്ക് എന്താണെന്ന് അറിയാം. എന്താ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എന്താ? -b plus or minus √b² minus 4ac divided by 2a എന്ന് പറയുന്നതാണ്. ഇല്ലേ? ഇവിടെ എയുടെ വാല്യൂ എത്രയാണ് മക്കളെ വരുന്നത്? 1 ആണ്.
ബിയുടെ വാല്യൂ എത്രയാ വരുന്നത് 7 ആണ്, സിയുടെ വാല്യൂ എത്രയാ വരുന്നത് -120 ആണ്. അപ്പൊ ഞാനിവിടെ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യാൻ പോവാ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക എന്ന് പറയുന്നത് 7 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു -120. അപ്പൊ എന്തായിരിക്കും മക്കളെ വരിക 7ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 മൈനസ് അതുപോലെ തന്നെ ഇട്ടു 4 ഇൻറ്റു 1 4 ഇൻറ്റു 120 എത്രയായിരിക്കും മക്കളെ വരിക -120 എത്രയായിരിക്കും വരിക 480 ആടാ വരിക അല്ലെ 480 അല്ലേ വരിക 4 ഇൻറ്റു 100 400 4 ഇൻറ്റു 20 80. അപ്പൊ -480 എന്നുകൊണ്ട് കിട്ടും. ഈ മൈനസും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ മക്കളെ വരിക പ്ലസ് ആയിട്ട് മാറും. ഈസ് ഈക്വൽ ടു എന്നുകൊണ്ട് വരും മക്കളെ 529 എന്നുകൊണ്ട് വരും. ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ എത്രയാണ് വരുന്നത് 529 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതാ നോക്കിയാടാ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക -7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac പകരം എനിക്ക് എന്ത് കൊടുക്കാം 529 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എന്തറിയാണ് മക്കളെ വരുന്നത് 2 ഇൻറ്റു 1 2 വരുന്നത്. ഇനി ഇതാ ഞാനിവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പോണത് 529ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പോവാ. 529ന്റെ റൂട്ട് എത്രയാണ് മക്കളെ 23 അല്ലേ വരുന്നത് 23 ആണ് വരുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ എന്തുകൊണ്ട് എഴുതാണ് മക്കളെ -7 പ്ലസ് ഓർ മൈനസ് 23 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ് കിട്ടും. ഇത്രയല്ലേ വരിക. അപ്പൊ ദാ എക്സിന്റെ വാല്യൂ ആയിട്ട് ആരൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് x ഈസ് ഈക്വൽ ടു -7 പ്ലസ് 23 ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക x ഈസ് ഈക്വൽ ടു -7 മൈനസ് 23 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെയല്ലേ വരിക. അപ്പൊ -7 പ്ലസ് 23 എന്ന് പറയുമ്പോൾ വലുതിന് ചെറുത് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നം ഇടുക. അപ്പൊ എത്രയായിരിക്കും വരിക x ഈസ് ഈക്വൽ ടു 16 അല്ലേ 16 7 കൂടി കൂട്ടുമ്പോഴാണ് 23 7 കഴിഞ്ഞാൽ 16 അല്ലേ വരിക. 6/2 ഈസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ട് കിട്ടും. എവിടെയാകുമ്പോഴാണ് മക്കളെ -7 -23 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക -30 അല്ലേ ഇത് പ്ലസ് -23 ആയിട്ട് മാറും. -30/2 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക -15 ആയിരിക്കും വരിക. അപ്പൊ ഇങ്ങനെ വരുമ്പോ എക്സിന്റെ വാല്യൂ ആയിട്ട് എനിക്ക് ഏതൊക്കെയാണ് മക്കളെ കിട്ടിയത് എക്സിന്റെ വാല്യൂ ആയിട്ട് 8ഉം കിട്ടി -15ഉം കിട്ടി. ഇവിടെ സൈഡ് ആയ കാരണം ഈ -15 എന്താവാൻ സാധ്യതയുള്ള സൈഡ് ആയിട്ട് വരാൻ സാധ്യതയില്ല. അപ്പൊ നമുക്ക് ഏതാവാനാണ് സാധ്യത 8 എക്സിന്റെ വാല്യൂ എന്താവാനാണ് സാധ്യത 8 ആവാനാണ് ആ മക്കളെ സാധ്യത എന്ന് പറയുന്നത് അല്ലേ. നെഗറ്റീവ് നമ്പേഴ്സ് എപ്പോഴെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കും വരിക 8 ആയിരിക്കും വരിക. ഈ സൈഡ് എന്തായിരിക്കും വരിക 8 + 7 ഈസ് ഈക്വൽ ടു 15 ആയിരിക്കും ആ മക്കളെ വരിക. അപ്പൊ ഈ പറഞ്ഞ ട്രയാങ്കിളിന്റെ സൈഡുകൾ എത്രയൊക്കെയായിട്ടാണ് ആ മക്കളെ വരിക എന്ന് പറയുന്നത് 8ഉം 15 ആണ് വരിക. ഇനി ഇത് മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ. എല്ലാ വശങ്ങളും കണ്ടുപിടിക്കണ്ടേ അപ്പൊ മൂന്നാമത്തെ വശം എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഹൈപ്പോട്ടന്യൂസ് അല്ലേ ഇത് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ വരിക. അപ്പൊ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക √15² + 8² ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കുക. അപ്പൊ എത്രയായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത് √15ന്റെ സ്ക്വയർ എത്രയാ വരിക 225 + 64 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക 225 64 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരുന്നത് 225 + 64 ഈസ് ഈക്വൽ ടു 289 ആണ് മക്കളെ വരിക എന്ന് പറയുന്നത്. √289 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക 17 ആണ് വരിക. അതായത് ഇതിന്റെ മൂന്നാമത്തെ സൈഡ് എത്രയാണ് മക്കളെ വരിക 17 ആണ് വരിക. അപ്പൊ 15 8 17 ഇതായിരിക്കും മക്കളെ നമ്മുടെ എന്തെന്ന് പറയണത് മട്ടത്രികോണത്തിന്റെ വശങ്ങള് 3 വശങ്ങൾ എന്ന് പറയണത്. അപ്പൊ ആ 3 വശങ്ങള് എല്ലാവരും 2 വശങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിർത്താൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളെ മെയിൻ എക്സാമിന് വശങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മൂന്നാമത്തെ വശം നിർബന്ധമായിട്ടും കണ്ടുപിടിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആ മക്കളെ. അപ്പൊ നമുക്ക് ഇതോടുകൂടി സെക്ഷൻ ഡി അവസാനിക്കുകയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സെക്ഷൻ ഇ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കള് വീഡിയോയിൽ പറഞ്ഞ മാതിരി കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾ നിങ്ങളെ ആ ഒരു സീരിയസ് ആയിട്ട് തന്നെ ചെയ്തു പഠിക്കുക ഈ ഒരു മോഡലിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദ്യങ്ങൾ വരിക. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നല്ല വൃത്തിയിൽ ചെയ്തു പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് സിഗ്മ സൊല്യൂഷൻസ്.